എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ട് 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഇന്നലെ 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. സോനാ മസൂരി ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർക്കണം അരി. അതിനുശേഷം നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് അരി പകർന്നിടാം. അതിനുശേഷം അതിലേക്ക് 1 മുട്ട എടുക്കുക. അപ്പോൾ കോഴിമുട്ട താറാവ് മുട്ട അത് ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ, അത് 1-ാം പാൽ 2-ാം പാൽ എന്നുള്ള രീതിയിലല്ല, തിക്കായിട്ടുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ്, പഞ്ചസാര ഇത്രയും ചേർത്തു കേട്ടോ. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഒരുമിച്ചല്ല ചേർത്തത്, കുറച്ച് ഒഴിച്ച് അത് ഒന്ന് മിക്സിയിൽ അടിച്ച ശേഷം വീണ്ടും പാകത്തിനനുസരിച്ച് ചേർക്കുകയാണ് ചെയ്തത്. എനിക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടി വന്നുള്ളൂ, 1 കപ്പ് മുഴുവൻ വേണ്ടി വന്നില്ല. അപ്പോൾ നമ്മളെടുക്കുന്ന അരിയുടെ അനുസരിച്ചും അതേപോലെ തേങ്ങാപ്പാലിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ അനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിൽ വരാം കേട്ടോ. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടങ്ങ് അടിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇത് അരച്ച് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ടൈപ്പുള്ള മാവാണ് കേട്ടോ. അല്ലാതെ പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈസ്റ്റ് വേണ്ട, ബേക്കിംഗ് സോഡ ഒന്നും വേണ്ട. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം. നമ്മുടെ അപ്പത്തിനോ ദോശയ്ക്കൊന്നും എടുക്കുന്ന പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ഈ എക്സ്മാൻസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ പാനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പലരും നമ്മുടെ അടുത്ത് ഏത് ബ്രാൻഡിൻ്റെയാണ്, അതിൻ്റെ ഓൺലൈൻ ലിങ്കൊക്കെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേവറേറ്റ് കിച്ചൺ ഐറ്റ്സ് എന്നുള്ളൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ലിങ്ക് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാൻ എടുക്കാൻ കാരണം എൻ്റെ കയ്യിൽ പാലപ്പത്തിൻ്റെ ചട്ടി ഉണ്ടായിരുന്നില്ല. ശരിക്കും പാലപ്പത്തിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പക്ഷേ പാലപ്പം ഉണ്ടാക്കുന്ന പോലെ നടുഭാഗം അങ്ങനെ കട്ടി ഉണ്ടാവാൻ പാടില്ല. എല്ലാ ഭാഗവും ഒരേ കനത്തിൽ, തീരെ കനം കുറഞ്ഞ് വേണം നമുക്ക് കിട്ടാനായിട്ട്. നമ്മൾ റവ ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ. അപ്പോൾ ആദ്യത്തെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനത് മാറ്റി. അത് കഴിഞ്ഞ് 2-ാമത്തെ അപ്പം ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ തീ ഇല്ലാത്തൊരടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇത് ഒഴിച്ചത്. കാരണം തീ കൂടുതലാണെങ്കിൽ ഈ മാവ് ഒഴിക്കുന്ന വഴി തന്നെ അതങ്ങ് ഒട്ടിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീയില്ലാത്ത അടുപ്പിലേക്ക് മാറ്റി മാവ് ഒഴിച്ച് അതിങ്ങനെ ചുറ്റിച്ചെടുത്ത ശേഷമാണ് വീണ്ടും തീയിലേക്ക് വെക്കുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. വേണമെങ്കിൽ തിരിച്ചു മറിച്ചിടാം. നേരത്തെ ഇങ്ങനെ സൈഡ് വിട്ട് പോരുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് മറിച്ചിടാം. അല്ലാതെ ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. തീരെ കട്ടി കുറവാണ്. ഇതാ കണ്ടോ, പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ സാധാ ദോശക്കല്ലുണ്ടല്ലോ, കാസ്റ്റേണ്ട, അതിൻ്റെ അകത്ത് ഇട്ടാൽ ഇതേപോലെ കിട്ടാൻ ഇടയില്ല കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. കുറച്ച് കുഴിയുള്ളതാണെങ്കിൽ ഇതേപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വരും. അല്ലെങ്കിൽ പാലപ്പത്തിൻ്റെ ചട്ടി എടുക്കുക. അപ്പോൾ അത് പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് വീശപ്പം എന്നൊക്കെ പറയുന്നത് ഈ ഒരു അപ്പത്തിനാണ് കേട്ടോ. ഇതേപോലെ തന്നെ ഇങ്ങനെ നൂലപ്പത്തിൻ്റെ ഷേപ്പിലുണ്ടാക്കുന്ന വീശപ്പമുണ്ട്. പക്ഷേ നമ്മൾ ഈസ്റ്ററിനും അങ്ങനത്തെ ഉള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു അപ്പമാണ് ഈ വീശപ്പം. ഞങ്ങളുടെ നാട്ടിലേക്കല്ല കേട്ടോ, വേറെ പല നാടുകളിലേക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഭയങ്കര സിമ്പിളാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയാണ്. നമ്മൾ പഞ്ചസാരയും അതേപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു മധുരമുണ്ട്. ആ ഒരു പാലപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുകയും ചെയ്യും. എന്നാൽ നമുക്കിങ്ങനെ അരച്ച് പുളിപ്പിക്കാനൊന്നും വെക്കുകയൊന്നും വേണ്ട. ഭയങ്കര തിന്നായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. പിന്നെ ഇതിങ്ങനെ അധികം തണുക്കാൻ വേണ്ടി വെക്കണ്ട കേട്ടോ, ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം കറിയായിട്ട് നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും അതേപോലെ തന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തത്. എനിക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് തേങ്ങാപ്പാലിൽ. അപ്പോൾ അതല്ലാതെ നോൺ വെജ് കറിയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് നോൺ വെജൊന്നും ഇരിപ്പില്ല. പിന്നെ എളുപ്പത്തിന് ഒരു 15 മിനിറ്റ് കൊണ്ട് കറിയൊക്കെ റെഡി ആവണമെങ്കിൽ ഈ തേങ്ങാപ്പാലല്ലേ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാലാണ് ഞാൻ കറിയായിട്ട് എടുത്തത്. തേങ്ങാപ്പാലിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ നോൺ വെജ് കറിയാണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അപ്പം റെഡിയാക്കി എടുത്തു. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നുമില്ലാതെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള, എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വലിയ മെനക്കേടൊന്നുമില്ല. അരി ഒന്ന് തലേദിവസം വെള്ളത്തിലിടാൻ ഓർത്തിരുന്നാൽ മാത്രം മതി. അങ്ങനെ നമ്മൾ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ ഊണ് തനി നാടൻ ഊണാക്കിയേക്കാമെന്ന് കരുതി മാങ്ങയും ചെമ്മീനുമാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു മാങ്ങ നമുക്ക് തന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോസേട്ടനൊക്കെ ഒരു യാത്ര പോയപ്പോൾ അവർ കൊണ്ടുവന്നതാണ്. അടിപൊളി മാങ്ങയാണ്. കാര്യം ഇച്ചിരി ചുനച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പുളിയുള്ള മാങ്ങയായിരുന്നു.
അപ്പോൾ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ സ്പെയിൻ യാത്രയുടെ ബാക്കി വീഡിയോസ് നമ്മുടെ നാത്തൂൻസ് ട്രാവൽ ഡയറീസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെയിൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, പിക്ക് പോക്കറ്റിങ്ങിൻ്റെ ഒരു മെയിൻ സെൻ്ററാണെന്നാണ് പറഞ്ഞത്. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ പോക്കറ്റിൽ കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. മാങ്ങ അത്യാവശ്യം വലുപ്പത്തിൽ അരിയുന്നതാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ വെന്ത് കഴിയുമ്പോൾ അത് കലങ്ങിപ്പോകാൻ ഇടയുണ്ട്. പിന്നെ ചട്ടിയിലാണ് ഞാൻ സാധാരണ ഇതേപോലത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കാറ്. കഴിഞ്ഞ ദിവസം മാങ്ങ ഇലയും വെച്ചപ്പോൾ, അതേപോലെ മീൻ കറി, അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചട്ടിയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആദ്യം തന്നെ ഉണക്ക ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന തീരെ പൊടിയായിട്ടുള്ള ചെമ്മീനാണ്, അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അതേപോലെ തന്നെ അരി അടുപ്പത്തിട്ടു. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു ചെമ്മീനാണ് ഞാൻ തലേന്നൊന്നും ഉള്ളി കളയാറില്ല കേട്ടോ. അപ്പോൾ ഇനി ആ ഉണക്ക ചെമ്മീൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും ചേർക്കാം. ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ പൊടി ചേർത്ത ശേഷം അധികം നേരം വെയിറ്റ് ചെയ്യരുത്, കാരണം പെട്ടെന്ന് തന്നെ പൊടി കരിഞ്ഞു പോകാനിടയുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു മൂത്ത മണം വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പൊടിയൊക്കെ ചേർത്തേക്കുന്നതല്ലേ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകാൻ ഇടയുണ്ട്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് ആ ചെമ്മീൻ ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ വേറൊരു പാനയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളരിക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളരിക്ക തോരൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ ഇതിന് മുമ്പുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു റെസിപ്പി ആയിട്ടൊന്നും പറയുന്നില്ല. ഈ മാങ്ങയും ചെമ്മീനും അതേപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ചാനലിൻ്റെ. കാരണം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ ഉണ്ടായിരുന്നത് ഈ ചെമ്മീനും മാങ്ങയൊക്കെ കാണിച്ചൊരു ഡേ ഇൻ മൈ ലൈഫിലാണ്. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും കുറേയേറെ പേരൊക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടാവുക. പക്ഷേ അതിന് ശേഷം എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ വീഡിയോയിൽ വളരെ ചുരുക്കമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വെള്ളരിക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനതിന് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും താളിച്ച ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർക്കുകയാണ് ചെയ്തത്. നാടൻ വെള്ളരിക്കയാണ്, നമ്മുടെ കുക്കുമ്പറല്ല, നമ്മൾ സാധാരണ കണി വെള്ളരി ഉണ്ടല്ലോ ആ വെള്ളരിക്കയാണ് ചേർത്തത്. വെള്ളരിക്ക തോരൻ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കും. നമ്മുടെ പപ്പായ തോരനൊക്കെ പോലെ നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. അതേപോലെ വെള്ളരിക്ക വെന്ത് വരാനേ അതിന് മാത്രം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ മറക്കണ്ട. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, വെള്ളരിക്കയല്ലേ അത്യാവശ്യം വെള്ളമുള്ള പച്ചക്കറി ആയതുകൊണ്ട് അതൊന്നും ചേർക്കണ്ട. അപ്പോൾ ഞാൻ ഈ അരയ്ക്കുന്നത് നമ്മുടെ ചെമ്മീനും മാങ്ങയ്ക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ ചെമ്മീനും മാങ്ങയ്ക്ക് അരയ്ക്കാൻ നേരത്ത് പച്ചമുളക് ചേർക്കാറില്ല. ഞാനിവിടെ ചേർക്കാൻ കാരണം ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയല്ലേ ചേർത്തത്, അപ്പോൾ കറിക്ക് ഒട്ടും തന്നെ എരിവുണ്ടാവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് പച്ചമുളക് ചേർത്ത് അരച്ചതേ. പിന്നെ ഈ ഒരു ജാറിൽ ഞാൻ നമ്മുടെ വെള്ളരിക്ക തോരന് വേണ്ടിയിട്ട് തേങ്ങ ഒതുക്കിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ജീരകവുമാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുള്ളൂ, അരയ്ക്കരുതേ. അരച്ച് കഴിഞ്ഞാൽ തോരൻ ആ ഒരു എന്താ പറയുക ഭംഗി കിട്ടത്തില്ല, അതുകൊണ്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ വെള്ളരിക്ക ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർക്കാം. മാങ്ങയും ചെമ്മീനും മൂടി വെച്ച് വേണം വേവിക്കാൻ. ചെമ്മീൻ വെന്ത ശേഷം മാത്രമേ മാങ്ങ ചേർക്കാവുള്ളൂ, കാരണം മാങ്ങയ്ക്ക് ഓൾറെഡി പുളി ഉണ്ടല്ലോ. അപ്പോൾ മാങ്ങ വെന്ത് വരാനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് മൂടി വെച്ച് വേണം. ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ ഇടയ്ക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അതേപോലെ ഒന്ന് ഇളക്കിയും കൊടുക്കുക. ഇതുപോലെയുള്ള ഒരുപാട് നാടൻ വിഭവങ്ങൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വിഭവങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് കാണണമെങ്കിൽ അല്ലെങ്കിൽ റെസിപ്പി വേണമെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ അതും ഉൾപ്പെടുത്താം. പിന്നെ നമ്മുടെ ചാനൽ 2 ആയതുകൊണ്ട് ഇനി ഈ ചാനലിൽ കൂടുതലും റെസിപ്പീസും അതേപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത്. യാത്രകൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ നാത്തൂൻസ് ട്രാവൽ ഡയറീസിലും ആയിരിക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളരിക്ക വെന്ത് വന്നു. അതിലേക്ക് നേരത്തെ നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ആ തേങ്ങയുടെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ വെള്ളരിക്ക തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വെള്ളരിക്ക തോരൻ അവിടെ നിന്ന് റെഡിയായ നേരം കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് തേങ്ങയും പച്ചമുളകും വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്.
തേങ്ങ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, റോ ടേസ്റ്റ്, അതൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതുവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ ഈ വെള്ളരിക്ക തോരൻ്റെ അകത്ത് തേങ്ങ ഒതുക്കി ചേർത്തപ്പോൾ അതിൻ്റെ അകത്ത് ജീരകമൊക്കെ ചേർത്ത കാരണം നല്ലൊരു ഫ്ലേവറുണ്ട്. നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് മൂടി തുറക്കാനത്തൊരു പ്രത്യേക മണമല്ലോ, അതേപോലത്തെ ഒരു മണമാണ്. അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ വെള്ളരിക്ക തോരന്. അപ്പോൾ ഇത് രണ്ടും കൂടാതെ ഞാനൊരു മീൻ വറുത്ത കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ, നാത്തൂൻ സ്പെഷ്യൽ മസാല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലങ്ങ് അരച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് നാരങ്ങ നീരും. എന്നിട്ട് നമ്മൾ മീനിൽ പുരട്ടി വറുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ മസാല കേട്ടോ. അപ്പോൾ ഈ മീൻ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ അതേ മീൻ തന്നെയാണ്, അയില പോലെ ഇരിക്കുന്ന ഒരു മീൻ. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ചേക്കാണ്. അപ്പോൾ ദാ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു. നമ്മുടെ തേങ്ങയുടെയൊക്കെ ആ റോ ടേസ്റ്റൊക്കെ മാറി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ സാധാരണ പോലെ തന്നെ പാനടുപ്പത്ത് വയ്ക്കുക. വെളിച്ചെണ്ണ, കറിവേപ്പില, കടുക്, പിന്നെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, ഇത്രയും മതി നമുക്ക് സാധാരണ താളിക്കും പോലെ തന്നെ. ഇനി അഥവാ എരിവ് കുറവാണ് അല്ലെങ്കിൽ മഞ്ഞ കളർ കുറവാണ്, ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയൊക്കെ ഈ താളിക്കാൻ നേരത്ത് ചേർത്തൊന്ന് മൂപ്പിച്ചിട്ട് ചേർക്കാം കേട്ടോ. താളിച്ച് ചേർത്ത ശേഷം ഉടനെ തന്നെ അങ്ങ് മൂടി വെച്ചാൽ കഴിഞ്ഞാൽ ഫ്ലേവർ പുറത്ത് പോകണ്ട. അപ്പോൾ 2 കറി റെഡിയായി കഴിഞ്ഞു. ചെമ്മീനും മാങ്ങയും കറി റെഡിയായി കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ വെള്ളരിക്ക തോരനും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്തത് മീൻ വറുക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത അതേ പാൻ തന്നെയാണ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാനാണിത്. നല്ല കോട്ടിങ് അതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ. അങ്ങനെ നമ്മൾ കഴുകിയാലൊന്നും പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല. പിന്നെ ഞാൻ തടിയുടെ സ്പൂണോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. സ്റ്റീലൊന്നും ഈ ഒരു പാനിൽ ഉപയോഗിക്കാറില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മീൻ വറുക്കാൻ നേരത്തെ മൂടി വെച്ച് വറുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരുപാട് സ്മെല്ല് പുറത്തേക്ക് പോകത്തുമില്ല. പിന്നെ മീനിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതാ അങ്ങനെ അയല വറുത്തതും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ തനി നാടൻ ഒരു ഊണാണ് ഇന്നത്തെ. നല്ല മട്ട അരി ചോറും അതിലേക്ക് നമ്മുടെ ചെമ്മീനും മാങ്ങയും കറിയും വെള്ളരിക്ക തോരനും അയല വറുത്തതും. അതിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായെങ്കിലും ആ ടേസ്റ്റ് ഇപ്പോഴും വായിൽ കിട്ടുന്നുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എളുപ്പമല്ലേ. പിന്നെ മാങ്ങയുടെ സീസൺ അല്ലായിരിക്കുമല്ലേ നാട്ടിൽ, എന്നാലും മാങ്ങയൊക്കെ എപ്പോഴെങ്കിലും കിട്ടാൻ ഇടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. അടിപൊളി കോമ്പിനേഷനാണ്. അതേപോലെ നല്ല നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇങ്ങനത്തെ ഒക്കെ തനി നാടൻ കറികളുണ്ടെങ്കിൽ പിന്നെ വേറെന്ത് വേണം അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും സമയം കളയാതെ ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. അപ്പോഴേ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് പോലും പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ലെന്ന് പരാതി പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരുന്നാലോ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ഇതാ ഈ പാർലേജി ബിസ്ക്കറ്റ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പമാണ്, നമുക്കൊന്ന് ഗ്യാസ് കത്തിക്കേണ്ട പോലെ ആവശ്യമില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ്, ഇത് 15 എണ്ണമുള്ള ആ ഒരു പാക്കറ്റാണ്. അതിനി മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത കുട്ടികൾക്കായിരിക്കും കേട്ടോ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം വരിക. എനിക്ക് ചോക്ലേറ്റുകൾ പൊതുവെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഈ കുക്കി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം നമ്മുടെ സാധാ തേങ്ങ വേണമെങ്കിലും ചേർക്കാം. പിന്നെ വേണ്ടത് ബോൺവീറ്റയോ ബൂസ്റ്റോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. എൻ്റെ കയ്യിൽ ബൂസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാനത് ചേർത്തത്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതും മധുരത്തിനനുസരിച്ച്, അല്ലെങ്കിൽ കോഫിയുടെ അല്ലെങ്കിൽ കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമാണോ അതിനനുസരിച്ച്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എങ്കിൽ നമ്മുടെ സാധാ പാൽ ചേർത്താലും മതി.
ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും പാല് ചേർക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കുഴഞ്ഞ് കിട്ടുന്ന ഒരു പരുവം നോക്കിയിട്ട് ചേർക്കണമെന്ന് മാത്രം. പാല് മാത്രമേ ചേർക്കുന്നുള്ളെങ്കിൽ മധുരത്തിൻ്റെ അളവ് ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കണം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർക്കുന്ന പാലും അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂടിപ്പോകാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വെള്ളമായി പോകും. നമുക്കിങ്ങനെ ഉണ്ടയൊക്കെ ഉരുട്ടാനുള്ള ഒരു പാകം ഉണ്ടല്ലോ, അതേപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് തോന്നും ഇതിനൊരു കളറില്ലല്ലോ എന്ന്, അതോർത്ത് ടെൻഷൻ അടിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കുക്കിയുടെയൊക്കെ ഒരു കളർ, ചോക്ലേറ്റിൻ്റെ കളർ വരും കേട്ടോ. ഇനി അഥവാ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ബോൺവീറ്റ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഡോ റെഡിയായി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി കയ്യിലെടുത്ത് നന്നായിട്ടങ്ങ് ഉരുട്ടുക. ഇനി ഷേപ്പൊക്കെ അവരവരുടെ കലാബോധത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. എനിക്ക് ആകെ കൂടെ അറിയാവുന്നൊരു ഷേപ്പ് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉരുട്ടിയെടുത്തത്. നല്ല ഭംഗിയുള്ള ഷേപ്പിലൊക്കെ ഇത് ചെയ്യുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷേപ്പിൽ കിട്ടുന്ന കട്ടറുകളുണ്ടല്ലോ, അത് യൂസ് ചെയ്ത് അങ്ങനത്തെയൊക്കെ ആക്കാം. ചിലപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഉരുണ്ടിരുന്ന് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിലേക്കൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിലിട്ട് നന്നായിട്ട് ഉരുട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ലൊരു കോട്ടിങ് വരും. ആ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർന്നിട്ട് ഒരു ഓയിലി കോട്ടിങ് വരും, അതായത് ഒരു ഷൈനിങ് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഡോയിലുള്ള ഇതെല്ലാം എടുത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കുക്കിയാക്കാം. കുക്കി എന്ന് പറയുമ്പോൾ ഈ ഷേപ്പല്ല കേട്ടോ, കുറച്ചുകൂടെ വേറെ ഷേപ്പാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു ഉണ്ട ഷേപ്പ് മാത്രമേ അറിയാവുള്ളൂ. നമ്മൾ കരിയുണ്ട ഉണ്ടാക്കില്ലേ അതേപോലെ. അപ്പോൾ അത് ഇത്ര എണ്ണമാണ് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ ഇനി കുട്ടികളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന കളർഫുള്ളായിട്ടിരിക്കുമ്പോഴായിരിക്കുമല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് അതിൻ്റെ മുകളിലൂടെ തൂകി വിടുകയാണ്. വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഓവനൊന്നും യൂസ് ചെയ്യാതെ തന്നെ പെട്ടെന്നൊരു എന്താ പറയുക, ഒരു കുക്കി റെഡിയായി കഴിഞ്ഞു. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിന് വേണ്ടി ഒരു ലോലിപോപ്പിൻ്റെ ഷേപ്പൊക്കെ ആക്കാൻ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ അമ്മമാരുടെ മനോധർമ്മം അനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.